ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ മാസ്ക്, എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഹെയർ മാസ്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതെന്റെ 4 വർഷം മുന്നത്തെ ഒരു ഫോട്ടോയാണ്. അന്നത്തെ എന്റെ ഹെയർ കണ്ടോ, ഇന്നത്തെ എന്റെ ഹെയർ കണ്ടു. 4-3-7 മുടിയുണ്ട്. ഇതിലേക്ക് വരെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. 2022 മുതൽ 24 വരെ കണ്ടിന്യൂസ്ലി ഞാൻ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമായിരുന്നു ഹെയറിന്. അതുകൊണ്ട് തന്നെ ഹെയർ ഫോള്, ഡാൻഡ്രഫ്, ഹെയർ ഡ്രൈനസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും എനിക്ക് കിട്ടി ഫ്രീ ആയിട്ട്. 4 വർഷം മുന്നത്തെ ഈ ഫോട്ടോ ഞാൻ ഗാലറി കണ്ടപ്പോഴാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത് ഹെയറിന് വേണ്ടി ചെയ്തിരുന്ന ഹെയർ മാസ്കുകളുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഉലുവ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് രാവിലെ വന്ന് അരച്ചെടുത്ത് ഹെയർ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ വന്നിട്ട് ചെയ്തത് മുട്ടയുടെ വെള്ള തലയിൽ അരച്ചിരിക്കും. ഇത് രണ്ടും ഭയങ്കര സ്മെല്ലുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ വാഷ് കഴിഞ്ഞാൽ ഉലുവയുടെ സ്മെല്ല് പോകത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്തത് ഫ്ലാക്സീഡ് ജെല്ല് ഹെയർ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 2022 വരെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. രക്ഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ ഹെയർ 4-3-7 മുടിയായിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ ഫ്ലാക്സീഡിന്റെ മാസ്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വീണ്ടും ഇപ്പൊ 2 മാസമായിട്ട് വീണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് വന്ന ഒരു മാസ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനിത് ഹെയറിലേക്ക് തൂക്കുന്ന സമയത്ത് ഫേസിലും ബാലൻസ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ ഒരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അത് വേഗം പോയി കണ്ടിട്ട് പോയി. ഈ ഒരു ഫ്ലാക്സീഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പറഞ്ഞല്ലേ, ഹെയറിനും ഫേസിനും വളരെ നല്ലതാണ്. ഈ ആവശ്യത്തിന് നമുക്ക് വെള്ളം എന്തോരമാണ് വേണ്ടത് എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. മാക്സിമം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ ഇപ്പൊ കണ്ടാൽ മനസ്സിലാകും നമ്മുടെ വെള്ളം ഇതിന് ടെക്സ്ചർ ഉണ്ടോ, ഇതൊരു ലൂസായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊരു ജെല്ല് പോലെ വരുന്നത് വരെ നമുക്കിതിങ്ങനെ തിളപ്പിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും. മതി. ഇതുണ്ട്, ഇതിന്റെ ടെക്സ്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു ജെല്ലി ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അടച്ചു വെച്ചിട്ട് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. നമ്മൾ ഫ്ലാക്സീഡ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലാക്സീഡ്. നല്ല ഇങ്ങനെ ഒരു ജെല്ലി ടെക്സ്ചറിലേക്ക്, അവിടെ തണുക്കുന്നതോറും ഇതിന്റെ ടെക്സ്ചർ മാറി ഇങ്ങനെ ഒരു ടൈപ്പിലേക്ക് വരും. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പൊ അതിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ തുളയുള്ള ടൈപ്പ് തുണി, ഫാബ്രിക് എന്തെങ്കിലും എടുക്കുക. ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഫുൾ ഇങ്ങനെ ഒഴിച്ചോളൂ. ഇങ്ങനെ ഈ ടെക്സ്ചർ ആയിരിക്കും ഇതിന്റെ. എണ്ണേന്റെ ടെക്സ്ചർ കണ്ടോ. ഇവിടെ മാറിയിട്ട് വേണം ചെയ്യാനില്ല, കൈ കൊള്ളും. ഫ്ലാക്സീഡ് ജെല്ല് ആയിരിക്കും ടെക്സ്ചർ വരുന്നത്. ഇങ്ങനെ ഒരു ജെല്ലി ടൈപ്പിലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു സ്കാൽപ്പിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്യും. ബാലൻസ് ഉള്ള നമുക്ക് ഫേസിലേക്ക് ഒരു ഫേസ് മാസ്ക് പോലെ അപ്ലൈ ചെയ്യാം. ഫ്ലാക്സീഡ് മാത്രമുള്ള വേറെ ഒന്നും അടി ചെയ്തിട്ടില്ല. ജെല്ലാണ്, ജെല്ല്. നല്ല തണുപ്പൊക്കെയാണ്. എന്റെ ഈ ഏരിയയിൽ ഹെയർ കുറവാ, അപ്പൊ ഞാൻ അവിടെ കുറെ തേച്ച് വെക്കും. ആക്ച്വലി ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഇത്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്ത്, അലോവേര ജെല്ലൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവില്ല, അതിന്റെയൊക്കെ ജെല്ല് ആഡ് ചെയ്തിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അതും കൂടി ഇട്ട് തിളപ്പിച്ച് യൂസ് ചെയ്യാനും നല്ല റിസൾട്ട് വരും. പിന്നെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഇതിന്റെ പേജിൽ ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് സെയിലിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് സ്ലീവിനും ഇലാസ്റ്റിക്, അതിന്റെ ഷോൾഡറിൽ ഇലാസ്റ്റിക് വന്നിട്ട് ഈ സെന്ററിൽ ഇതുപോലെ ഒരു ഡീറ്റെയിൽ വന്നിട്ടാണ്. അപ്പൊ ഇതിന്റെ വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അപ്പൊ റേറ്റ് വന്നത് 650 ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് വരുന്നത്. അപ്പൊ ഇത് ഇൻട്രസ്റ്റ് ഉള്ളത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്റെ ഈ ഡ്രസ്സിന്റെ പേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് വേറെ പുതിയ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം അഫോർഡബിൾ റേറ്റിൽ, ഷിപ്പിംഗ് ചാർജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.